സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംഘപരിവാർ സംഘടനയായ ഭാരതീയ കിസാൻ സംഘിന്റെ കാർഷിക അവകാശ പ്രഖ്യാപന റാലി തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച റാലി ഗാന്ധി പാർക്ക് വരെയാണ് നടക്കുക. കിസാൻ സംഘ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്ര റാലി ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, റാലി ഇപ്പോഴും പുരോഗമിക്കുകയാണോ? കർഷക വഞ്ചനയ്ക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. വിഷ്ണു, സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ഭാരതീയ കിസാൻ സംഘിന്റെ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വമ്പിച്ച അവകാശ പ്രഖ്യാപന റാലി സംഘടിപ്പിക്കുന്നത്. റാലി അല്പസമയം മുൻപാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചത്. ഇപ്പോൾ റാലി കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. വമ്പിച്ച ബഹുജന റാലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും പ്രായമായവരുമൊക്കെ ഈ റാലിയിൽ അണിനിരക്കുന്നത്. എല്ലാവരും കർഷകരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നതാണ് ഒരു പ്രത്യേകത. ഈ പ്രധാനമായും നമുക്കറിയാം, നേരത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടെല്ലാം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. കർഷക ആത്മഹത്യകളുണ്ടായി. വലിയ ചർച്ച കേരളം ഇന്ത്യയും ഒക്കെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചൂണ്ടിക്കാട്ടുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായും ഈ ഭാരതീയ കിസാൻ സംഘ് ഈ റാലി സംഘടിപ്പിക്കുന്നത്. റാലി ഗാന്ധി പാർക്കിലാണ് സമാപിക്കുന്നത്. അവിടെ ദേശീയ കർഷക സംഘം, അതായത് കിസാൻ സംഘ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മോഹൻ മിശ്ര ഇത് ഉദ്ഘാടനം ചെയ്യും. കൂടാതെ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വൈദ്യമംഗലം ഉൾപ്പെടെയുള്ളവർ ഈ വമ്പിച്ച ബഹുജന റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും കാർഷിക രംഗത്ത് അടിയന്തരമായി പരിഹരിക്കേണ്ട 100 ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ വയ്ക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഈ റാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ബഹുജന പങ്കാളിത്തം, കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ബഹുജന പങ്കാളിത്തം ഈ റാലിക്കുണ്ട്. റാലി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചന്തു, അതോടൊപ്പം നമുക്കറിയാം, സംസ്ഥാനത്ത് കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അടുത്തിടെ തന്നെ കർഷക ആത്മഹത്യകൾ സംസ്ഥാനത്ത് പെരുകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ നെൽ കർഷകർക്ക് വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു, വലിയ നഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും സർക്കാർ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായിട്ടും കർഷകരോടുള്ള സമീപനം, ആ സമീപനത്തിനെതിരെ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ റാലി ഭാരതീയ കിസാൻ സംഘ് സംഘടിപ്പിക്കുന്നത്. നേരത്തെ തന്നെ ഈ നെൽകർഷകർ വലിയ ദുരിതത്തിലായിരുന്നു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയാണ് നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അവർ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ പ്രതീക്ഷ നെല്ലായി വിളയിച്ചെടുത്തതിന് ശേഷം ആ നെല്ല് സംഭരിക്കുകയും അതിന് അർഹിക്കുന്ന വില നൽകാതിരിക്കുകയും കൃത്യസമയത്ത് വില നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ കർഷകർ കടം കയറി ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുന്ന സംഭവങ്ങൾ വരെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തതും. അത് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കർഷക നയങ്ങൾ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ കർഷക നയങ്ങൾ, അത് എന്തായാലും കർഷക വിരുദ്ധ നയങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ബഹുജന അവകാശ പ്രഖ്യാപന റാലി സംഘടിപ്പിക്കുന്നതിന് ഭാരതീയ കിസാൻ സംഘ് നിർബന്ധിതമായിരിക്കുന്നത്. എന്തായാലും പ്രധാനമായും കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് അടിയന്തരമായി തന്നെ പരിഹരിക്കണമെന്ന ഒരു ആവശ്യമാണ് ഭാരതീയ കിസാൻ സംഘ് മുന്നോട്ട് വയ്ക്കുന്നത്. അടിയന്തരമായി പരിഹരിക്കേണ്ട 100 ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു തരത്തിൽ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം, ഈ ദുരിതങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ റാലി സംഘടിപ്പിക്കുന്നത്. റാലി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം റാലി ഗാന്ധി പാർക്കിൽ എത്തിച്ചേരും. അവിടെയാണ് ദേശീയ ജനറൽ സെക്രട്ടറി മിശ്രാജി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അതിനു മുൻപ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. റാലി ഇപ്പോഴും വലിയ കർഷക പങ്കാളിത്തത്തോടെയും ബഹുജന പങ്കാളിത്തത്തോടെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കർഷകരുടെ കിസാൻ സംഘിന്റെ നേതൃത്വത്തിലുള്ള റാലി പുരോഗമിക്കുകയാണ്. ചന്തു ആണ് വിശദാംശങ്ങൾ നൽകിയത്.